ഇന്ന് നമ്മുടെ ഇഹ ബേബിയുടെ ചോറൂണാണല്ലോ. ഇന്ന് ഇഹ ബേബി ചോറ് തിന്നുമല്ലോ. എങ്ങനെ ചോറ് മാമ തിന്നാ? ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ചോറൂണാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കൊച്ചയുടെ കൂടെ കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടാ. കുഞ്ഞിപ്പെണ്ണ് ജനിച്ചിട്ട് ഇപ്പൊ 6 മാസമായിട്ടാ. എത്ര പെട്ടെന്നല്ല സമയമൊക്കെ പോണത്. ആദ്യം തന്നെ അവളെ കുളിപ്പിച്ചൊരുക്കി ഡ്രസ്സൊക്കെ മാറിയിട്ടാ ഞങ്ങൾ ഒരുക്കാൻ നിന്നത്. എനിക്ക് സാരി എടുക്കാൻ അറിയാത്തോണ്ട് തന്നെ എന്റെ ചേച്ചിയാണ് ഉടുപ്പിച്ചത്. ചേച്ചി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാരി എടുക്കാറുള്ളൂ. കാരണം അവൾ ഉടുപ്പിച്ച് തരുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി പിടിച്ച് വണ്ടിയിൽ കയറിയിട്ട് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വിട്ടുട്ടാ. അവൾക്ക് പിന്നെ എവിടെയെങ്കിലൊക്കെ ടാറ്റ് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കൂട്ടാ. എനിക്കാണെങ്കിലേ ഇവളെ കവള് കാണുമ്പോ എപ്പോഴും ഇങ്ങനെ ഉമ്മ വെച്ചോണ്ടേ ഇരിക്കാൻ തോന്നുവേ. ഇട ദിവസമാണ് നമ്മൾ ഉണ്ടെങ്കിൽ ചോറ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് വലിയ അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടാ. ഇടയ്ക്ക് എപ്പോഴും ചൂടെടുത്തപ്പോ ഒന്ന് അലമ്പുണ്ടാക്കിയതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിണ്ടായില്ലേ. ചോറോടുള്ള രസീതൊക്കെ എടുത്തിട്ട് ബാൽച്ചാന്റെ വീട്ടുകാർ വരാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു അകത്ത് കയറിയിട്ട്. അപ്പോഴേക്കും ബാൽച്ചാന്റെ അമ്മയും പെങ്ങളും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിട്ടാ. അങ്ങനെ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിന്റെ മണിയുടെ വിനുന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാനായിട്ട് ക്യൂ നിന്നിട്ടാ. ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായില്ല. വേഗം കഴിച്ചു കഴിഞ്ഞുട്ടാ. കുട്ടികളുടെ ചോറോട് നടക്കുന്ന ഹാളിലേക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ അവരായിട്ട് എടുത്തു തരുന്ന ഫോട്ടോസ് ഉണ്ട് കുറച്ച്. അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്യാട്ടാ. അങ്ങനെ അവൾക്ക് ചോറ് കൊടുത്ത് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് കറക്റ്റ് 1 മണിയായപ്പോഴത്തേനും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ബാൽച്ചാന്റെ വീട്ടുകാരെ തിരിച്ചു പോകാനായിട്ടാ. അതിന്റെ ഇടയിൽ ഞാൻ പോയി സാരിയൊക്കെ മാറിയിട്ട് അപ്പോഴാട്ടെ എനിക്കൊരു ജീവൻ വെച്ചത്. അങ്ങനെ അവര് തിരിച്ചു വരുമ്പോ അവർക്ക് പോയേ. ഇന്ന് 3:30 ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ പോണില്ല. ഞങ്ങൾ നാളെ പോണുള്ളൂ കേട്ടോ. എല്ലാവരും പോയതിനു ശേഷം ഞാനും കുഞ്ഞിപ്പെണ്ണും ഇവിടെ കിടന്ന് കളിക്കുവാണ്. അപ്പൊ എടുത്ത ഫോട്ടോസ് ഒക്കെ ഇതൊക്കെയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അപ്പൊ അത്രയുള്ളൂ. ബൈ.